ഹായ് ഗേസ്, വെൽക്കം ടു ഡെക്കോ ഡയലോഗ്സ്. ഇന്നത്തെ മത്സരത്തിലോട്ട് വരാം. ഗുജറാത്ത് ഹൈദരാബാദ് തിരിച്ചു വരുമെന്നായിരുന്നു കരുതിയത് ഇന്നത്തോടെ. പക്ഷെ അവര് വീണ്ടും വീണ്ടും അവരുടെ ബാറ്റിംഗ് എക്സ്പോസ് ചെയ്യപ്പെടുന്നു. ഇന്നത്തെ മത്സരത്തിൽ പിച്ച് സ്ലോ ആയിരുന്നു, അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ സ്റ്റിൽ ആ ബാറ്റിംഗ് യൂണിറ്റ് അത്രയും ഹാർഡ് ഹിറ്റേഴ്സിന്റെ ഒരു നിര തന്നെയുള്ള ഒരു ബാറ്റിംഗ് യൂണിറ്റിന് എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്. പിന്നെ GT അതൊരു സിമ്പിൾ ചേസാക്കി മാറ്റി വാഷിംഗ്ടൺ സുന്ദർ വന്നതിന് ശേഷം. അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഹൈദരാബാദിന് നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ പറ്റിയേനെ. സ്റ്റിൽ ഗില്ല് നല്ല രീതിയിൽ സന്ദർഭം മനസ്സിലാക്കി ക്യാപ്റ്റൻ ഇന്നിംഗ്സ് കളിച്ചു. ലാസ്റ്റ് വന്നിട്ട് റുദർഫോർഡ് മത്സരം വളരെ സിമ്പിൾ ആക്കി കളഞ്ഞു. ഹൈദരാബാദിന്റെ ഇന്നിംഗ്സിലോട്ട് വരാം. പിച്ച് സ്ലോ ആണെന്ന് പറഞ്ഞാൽ പോലും ഒരു 150 ഒരിക്കലും ഒരു സേഫ് ആയിട്ടുള്ള ടാർഗറ്റ് അല്ലായിരുന്നു. കാരണം ഇത്രയും നല്ലൊരു ബാറ്റിംഗ് യൂണിറ്റ് വെച്ചിട്ട് പവർ പ്ലേ നല്ല രീതിയിൽ കളിക്കാൻ പറ്റിയ ഒരു ബാറ്റിംഗ് യൂണിറ്റ് വെച്ചിട്ട് അവര് 300 ടാർഗറ്റ് എന്ന് പറഞ്ഞ ഇപ്പൊ 150 പോലും കടക്കാൻ പ്രയാസപ്പെടുകയാണ്. 150 കഴിഞ്ഞ 4 മത്സരങ്ങളായിട്ട് അവർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 190, 160, 120. ഇപ്പത് ഇന്ന് ആ കമ്മിൻസ് ലാസ്റ്റ് വന്ന് കാമി കളിച്ചുകൊണ്ട് 150 എത്തി. അല്ലെങ്കിൽ ഇന്ന് വീണ്ടും ഒരു അണ്ടർ 130. എന്താണ് അവരുടെ മുന്നോട്ടുള്ള യാത്രയെ പറ്റി അഭിപ്രായം? കാരണം അവരുടെ ബോളിംഗ് ഓൾറെഡി വീക്കാണ്. ആ ഒരു ബോളിംഗ് വെച്ചിട്ട് എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റും? ഞാൻ ആൾറെഡി പറഞ്ഞ കാര്യമാണ്, ചാൻസസ് കുറവാണ്. ഈ ടൂർണമെന്റ് എന്തായാലും അവരും താഴോട്ട് തന്നെ പോകും. ഒരു 300 അടിക്കാം എന്നുള്ളൊരു ഇതൊക്കെ എക്സ്പോസ് ആയി. ഫസ്റ്റ് മാച്ചിൽ രാജസ്ഥാൻ ഒന്ന് ആർച്ചറിലേക്ക് ഒരു ഫോമോട്ടുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം അത്രയും 200 സംതിങ് റൺ അടിച്ചത്. ബാക്കിയായിട്ടൊന്നും ആരും പറയാനായിട്ടൊന്നുമില്ല. ഫസ്റ്റ് മാച്ച് കഴിഞ്ഞ് പിന്നെ ആകെ ഉള്ളത് അനികേത് വർമ്മയുടെ കുറച്ച് ഇന്നിങ്സ് മാത്രം എടുത്തു പറയാനായിട്ടുള്ളൂ. ഇന്നിപ്പോ വേറെ ഈവൻ നിതീഷ് കുമാർ റെഡ്ഡി പോലും നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിരുന്നു. ഒന്നും കണക്ട് ചെയ്യാൻ പറ്റാതെ, സിംഗിൾ പോലും ഇടാൻ പറ്റുന്നില്ല, റൊട്ടേറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. 100-ന് അണ്ടറാണ് ഇത് തന്നെ. 34 ബോൾ 33 കണ്ട് അടിക്കുന്നുള്ളൂ. ഇഷാന്തിനെ മാത്രമാണ് അവർ അറ്റാക്ക് ചെയ്യാൻ പറ്റിയത്. ലാസ്റ്റ് ക്ലാസൻ റാഷിദിനെ അടിക്കുന്നുണ്ട് ഒരു ഓവറിൽ. അതർവൈസ് റാഷിദ് നല്ല രീതിയിൽ പന്തേറുന്നതല്ല, ഹൈദരാബാദ് ബാറ്റേഴ്സിന് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം റാഷിദൊക്കെ മോശം ഫോമിലാണ്. എല്ലാവരും ഒന്ന് തൂക്കുന്ന ഒരു ബോളർ. അവർക്ക് നിശാന്തിനെ മാത്രമാണ് സ്കോർ ചെയ്യാൻ പറ്റിയത് കണ്ടിന്യൂസ് ആയിട്ട്. ബാക്കിയുള്ള ഒരു ബൗളറിനെ അവർക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇവൻ സുന്ദറിനെ ഇവനക്ക് പരീക്ഷിക്കേണ്ടി പോലും വന്നിട്ടില്ല ഗില്ലിന്. സുന്ദർ എറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ 130 താഴെ വന്നിരുന്നു സ്കോർ. ബോളിംഗ് ഓൾറൗണ്ടർ ആയിട്ടൊക്കെയാണ് വന്നതെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അവർക്ക് അത്രയും ആവശ്യമില്ല. തെവാട്ടിയും സുന്ദറും എറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ അവർക്ക് ഉപകാരമായി സ്കോർ. അല്ല, റൺസ് കയറില്ല, റൺസ് കുറഞ്ഞേ. കാരണം ഇശാന്ത് 4 ഓവറിൽ 50ന്റെ മുകളിൽ അങ്ങനെ മേടിച്ചിട്ടുണ്ടെന്ന്. കാരണം സുന്ദർ അങ്ങനെ റൺസ് ലീക്ക് ചെയ്യുന്ന ഒരു ബോളർ അല്ല. സുന്ദർ തെവാട്ടിയുടെ കേസ് പോവാം. സുന്ദറിനെയൊക്കെ ആദ്യം ഒരു പവർ പ്ലേയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആയനെ. വിക്കറ്റ് ഒക്കെ പോയി നിൽക്കുന്ന സമയം കൂടെ ആയതുകൊണ്ട് സിറാജ് നല്ല രീതിക്ക് ബോൾ ചെയ്യുന്ന സമയത്ത് ഷുറായിട്ട് വാഷിംഗ്ടൺ ആദ്യം പവർ പ്ലേ ഒരു 10 ഓവറിനകത്തൊക്കെ വാഷിംഗ്ടനെ പവർ പ്ലേയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോളറാണ്. കാരണം അയാള് ഇന്ത്യക്ക് വേണ്ടി പോലും പവർ പ്ലേയിൽ വന്നിട്ടുണ്ടെന്നാണ് ഓർമ്മ. ഈവൻ ഹൈദരാബാദിന് വേണ്ടിയിട്ട് പോലും. പിന്നെ നമ്മൾ പ്രിവ്യൂല് എന്ത് പറഞ്ഞു അതിന്റെ ഓപ്പോസിറ്റ് ആണ് ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്നത് IPL ഈ 2 ടീമിന്റെ കേസിൽ. SRH പ്ലേ ഓഫിൽ കടക്കുമെന്ന് പറഞ്ഞു. ലാസ്റ്റ് 3 ടീമുകൾ ഒരു ടീം GT ആയിരിക്കും എന്ന് പറഞ്ഞു. ആ GT നല്ല രീതിയിൽ മത്സരം വിജയിച്ചു വരുന്നത്. മറ്റേ ടീം നേരെ ഓപ്പോസിറ്റ്. GTയുടെ കേസ് നോക്കിയാൽ ബാറ്റിംഗ് ഡെപ്ത് ഇല്ലെന്ന് പറഞ്ഞ അവർക്ക് ബാറ്റേഴ്സിനെ ആ ഡെപ്തിലോട്ട് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല എന്നുള്ള രസകരം. അതാണ് അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രതീക്ഷിക്കാത്ത അത് അന്യായമായിട്ടുള്ള റിട്ടേൺ. കാരണം 2 അൾട്രാ ചെണ്ടകൾ എന്ന് പറയുന്ന ഒരു കളിയൊക്കെ ഇല്ല, കാരണം കഴിവുള്ളവർ തന്നെയാണ്. പക്ഷെ അവർ നല്ല രീതിയിൽ പന്തെറിഞ്ഞു കിട്ടും ഈ സീസണിൽ. പ്രസീദ് ആയാലും സിറാജ് ആയാലും നല്ല രീതിയിൽ RCBക്കും കൊൽക്കത്തക്കും വേണ്ടിയിട്ട് രാജസ്ഥാന് വേണ്ടിയിട്ടൊക്കെ റൺസ് ലീക്ക് ചെയ്യുന്ന ബോളേഴ്സ് ആണ്. അവന്മാർ രണ്ടുപേരും നല്ല വൃത്തിക്ക്. പ്രസീദൊക്കെ എന്ത് കൺട്രോൾ ചെയ്തിട്ട് ഇന്ന് ബോളിംഗ് കണ്ടാൽ മതി, ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കിയ ആള് എന്ത് കൺട്രോൾ ആയിട്ട് പന്തെറിയുന്നവരും. സിറാജ് ചിലപ്പം വീണ്ടും പഴയ ട്രാക്കിലോട്ട് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ആള് കഴിഞ്ഞ 2 മത്സരങ്ങളിലും നല്ല രീതിയിൽ പുള്ളിയുടെ മെയിൻ ഫസ്റ്റ് ആദ്യത്തെ പവർ പ്ലേ തന്നെയാണ്. അതിലൊന്ന് പുള്ളി ഒന്ന് ടച്ചായി കിട്ടി കഴിഞ്ഞാൽ മേ ബി ലാസ്റ്റ് ഓരോ ഓവറൊക്കെ ലാസ്റ്റ് വന്ന് എറിയുകയാണെങ്കിൽ അത്രയും പുള്ളി പ്രശ്നമല്ല. നല്ല ബോളേഴ്സ് ഒരു സൈഡിലുണ്ടെങ്കിൽ പ്രസീദ് ഒരു സൈഡിൽ കൂടെ റൺസ് ലീക്ക് ചെയ്യാതിരിക്കും കൂടെ ചെയ്തപ്പോഴത്തേക്ക് സിറാജ് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടാണ് ബോൾ ചെയ്യുന്നത്. ഇപ്പം അത് കണ്ടറിയാൻ പറ്റും. പുള്ളിക്ക് ആ ഒരു പാർട്ട്ണറും ഉണ്ട്. പ്രസീദ് രണ്ടുപേരും എക്സ്പെൻസീവ് ആയിട്ടുള്ള ബോളേഴ്സ് ആണ്. എന്നിട്ട് അവര് വന്നിട്ട് രണ്ടുപേരും ഓരോ സൈഡിൽ വന്നിട്ട് അവരാണ് അവരുടെ ഡെത്ത് ബോളിങ്ങിനെ നയിക്കുന്നത് എന്നുള്ളത് ഒരു രസകരമായിട്ടുള്ള കാര്യമാട്ടോ ആക്ച്വലി. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ലൈനപ്പ്. എന്തായാലും അവർ നല്ല രീതിയിൽ പന്തെറിയുന്നുണ്ട്. GT ഗുജറാത്ത് വിൻ ചെയ്യുന്നുണ്ട് മത്സരങ്ങൾ. അത് മതിയല്ലോ ഒരു ടീമിനെ സംബന്ധിച്ചിട്ട്. മത്സരം ജയിക്കുക എന്നുള്ളതല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഈ 2 ടീമും നമ്മൾ പ്രഡിക്ട് ചെയ്യുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. ഒരു ടീം പക്ക താഴോട്ടും മറ്റേ ടീം ഉയർത്തെഴുന്നേൽപ്പല്ല. ആക്ച്വലി 2022 IPL നമ്മൾ ഗുജറാത്ത് ടീമിനെ ഞാൻ പ്രിവ്യൂല് പറഞ്ഞിരുന്നു. 2022 IPL ഗുജറാത്ത് ടീമിനെ റേറ്റ് ചെയ്തിരുന്നത് മോശമായിട്ടാണ്. പക്ഷെ അവർ കപ്പടിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. സ്റ്റിൽ നമ്മൾ അവർക്ക് ചാൻസ് കൽപ്പിക്കുന്നത് ലാസ്റ്റ് 3 സ്ഥലങ്ങളിൽ ഇതായിരുന്നു. പക്ഷെ അവർ തിരിച്ചു നിൽക്കുകയാണ്. കാരണം ഇനിയിപ്പോ എന്ത് സംഭവിക്കാം, പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല. അതെ, കളികൾ ഇന്നത്തെ മത്സരത്തിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല. കാരണം വളരെ സിമ്പിൾ ആയിട്ട് ആകെ SRHന് ഒരു എഡ്ജ് വന്നിരുന്നത്
ആ 2 വിക്കറ്റുകൾ അടുപ്പിച്ചിട്ട്, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിക്കറ്റ് സായി സുദർശന്റെ വിക്കറ്റ്. കാരണം അയാൾക്ക് പറ്റിയ പിച്ചായിരുന്നു. അയാൾ പോകുന്നത് ഇമ്പോർട്ടന്റ് വിക്കറ്റ് ആയിട്ടുള്ള ബട്ട്ലറും പോകുന്നത്, ഓവറുകൾക്ക് 2 വിക്കറ്റ് നഷ്ടപ്പെടുന്നത്. ഞാൻ കരുതി ഇവര് വിജയിക്കും SRH, പക്ഷെ ഒറ്റ ഓവർ കൊണ്ട് ആ മത്സരം അങ്ങ് പോവാണ്. വാഷിംഗ്ടൺ സിമർജീറ്റിന് അടിച്ച് ഇവർക്ക് കോൺഫിഡന്റ് ആയി. പിന്നെ 15 ഓവറിൽ 100 റൺസോ 90 സംതിങ് റൺസോ മതിയായിരുന്നു. ഗില്ല് അവിടെ നിന്ന് കളിച്ചിട്ടാണ്. ഗില്ലിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഒരു സോളിഡ് ഇന്നിങ്സ്. ആള് കുറെ ആയിട്ട് IPL ഫോം ഔട്ട് ആണ്. ബട്ട് ഇങ്ങനെ ഒരു ഇന്നിങ്സ് തന്നെയാണ് ഗില്ലിൽ നിന്ന് പ്രതീക്ഷിക്കണം. ഇങ്ങനെ ഒരു ആങ്കറിങ് ഇന്നിങ്സും ആ കുറച്ചുകൂടെ കൂടുതൽ റൺസ്, ആ ഒരു 70-80 അടിക്കുന്ന, അല്ലെങ്കിൽ സെഞ്ചുറി വരെയൊക്കെ ഒരു പോയേക്കാം. മെച്ചേർഡ് പക്ഷെ ഇന്നിങ്സ്. ഇങ്ങനെ അതെ, സ്റ്റഡി ആയിട്ടുള്ള ഇന്നിങ്സ് തന്നെയാണ് പക്ഷെ പുള്ളിക്ക് പറഞ്ഞിട്ടുള്ളത്. ഗില്ലും സുദർശനും മെച്ചേർഡ് ആയി കഴിഞ്ഞാൽ ടീമിനെ ബാധിക്കും അത്. ഇന്നത്തെ മത്സരത്തിൽ ഇപ്പൊ SRHനെ കുറിച്ച് പ്രൊഡിക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവരെ എപ്പൊ തിരിച്ചു വരും എന്നുള്ളത് അറിയില്ല. എന്തായാലും അവരുടെ ബോളിംഗ് യൂണിറ്റ് വീക്കാണ്. ബാറ്റിംഗ് യൂണിറ്റിന് എന്തെങ്കിലും അവരെ കാട്ടി രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. ഇന്ന് ബോളിംഗിലും അട്ടർ ഫ്ലോപ്സ് അവർ നടത്തിയിരുന്നു. ആ കമ്മിൻസ് ഇമ്പോർട്ടന്റ് സമയത്തൊക്കെ ഒരു റെക്കോർഡും ബോളിംഗിൽ ഒന്നും പറയാനില്ലാത്ത ഒരു അഭിഷേകിനൊക്കെ ബോൾ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇടക്കിടക്ക് 30 റൺസൊക്കെ കിട്ടുന്ന ബോളറാണ്. പാർട്ട് ടൈമറെ പന്തിൽപ്പിച്ച് അത് പോട്ടെ. മത്സരം കഴിഞ്ഞ് GT വിജയിച്ച് ആസ് യൂഷ്വൽ GT 2 പോയിന്റ് എടുക്കുന്നു. ഇവർ 2 പോയിന്റ് ദാനം ചെയ്യും SRH. ഇന്നലെ നടന്ന 2 മത്സരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം. ഞാൻ ആദ്യം രണ്ടാമത് നടന്ന മത്സരത്തിലേക്ക് വരാം. പഞ്ചാബ് രാജസ്ഥാൻ. സഞ്ജുവിന്റെ റിട്ടേൺ, ക്യാപ്റ്റനായിട്ടുള്ള റിട്ടേൺ. എനിക്ക് തോന്നുന്നു സഞ്ജു ഇല്ലാതെ 3 മത്സരങ്ങൾ പെടേണ്ടതായിരുന്നു. ആ ചെന്നൈ ഓപ്പോസിറ്റ് വന്നുകൊണ്ട് മാത്രമാണ് ഈ മത്സരം അവർ വിജയിച്ചത്. രാജസ്ഥാൻ സ്റ്റിൽ അതും തോൽക്കേണ്ടതായിരുന്നു. അവരുടെ അത്രയും എത്തിച്ചു. ആ അവരുടെ ബാറ്റിംഗ് ഇന്റന്റ് വെച്ചാണെങ്കിൽ പോലും 6 റണ്ണിനാണ് തോറ്റത്. അത് അതെ, അത് വലിയൊരു. പക്ഷെ സഞ്ജു തിരിച്ചു വന്നതോടെ രാജസ്ഥാൻ ടീമിന്റെ എനിക്കറിയില്ല, എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു ടോട്ടൽ ഇതന്നെ മാറി അവരെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാടിന്. കാരണം അതെ, സഞ്ജു ടോട്ടലി ആ ടീം ക്യാപ്റ്റൻസി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, പുള്ളിയുടെ ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സഞ്ജു ആ ടീം ആ ഒരു വല്ലാത്തൊരു പവറുണ്ട് പുള്ളിക്ക്. അതെ എല്ലാരും പറയുന്ന പോലെ തന്നെ. കാരണം ആൾക്ക് എന്തോ പ്രത്യേകിച്ച് IPL ഒരു സ്റ്റാർഡം ഉണ്ട് സത്യം പറഞ്ഞാൽ. MSD ഒക്കെ ഉണ്ടാക്കിയെടുത്ത്, MSD രോഹിത് ഒക്കെ ഉണ്ടാക്കിയെടുത്ത പോലെ തന്നെ ടോട്ടൽ ഫീൽഡിൽ ആ ഒരു ഇതന്നെ മാറി. കാരണം പഞ്ചാബിനെ പോലെ ഒരു ടീം 20 ഓവറും ബാറ്റ് ചെയ്ത് നേടുന്നത് 160 അല്ല 155 അങ്ങനെ നേടുന്നത്. അപ്പൊ ആ ടീമിനെ നല്ല കറക്റ്റ് ഫീൽഡിംഗ് ചേഞ്ചസ്, ബോളിംഗ് ചേഞ്ചസ് ഒക്കെ വരുത്തി തളക്കുക എന്നുള്ളത് പ്രയാസമായിട്ടുള്ള കാര്യം. പിന്നെ ജോഫ്ര ആർച്ചറുടെ തിരിച്ചു വരവ്, ബാറ്റിംഗിലോട്ട് വന്ന അവരുടെ ഏതോ ഒരാൾ ഒഴികെ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ ബാറ്റിംഗ്. ജയ്സ്വാൾ തിരിച്ചു വന്നു. അവര് ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് നല്ല രീതിയിൽ കളിച്ചു പോകുന്നു. പരാഗും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. കുറച്ച് ഫ്രീ ആയി എനിക്ക് തോന്നുന്നു. ക്യാപ്റ്റൻസി ബട്ടൺ അങ്ങ് പോയപ്പോഴത്തേക്ക് പുള്ളി അങ്ങ് ഫ്രീ ആയി തോന്നുന്നു. സഞ്ജുവിന്റെ മേ ബി പ്രഷർ ഉണ്ടായിരിക്കാം. ക്യാപ്റ്റൻസി പ്ലസ് അവരുടെ ബാറ്റിങ്ങിനെ കുറച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ത്യൻസ് മാത്രമായതുകൊണ്ട് വീക്കാണെന്നത്. എന്താണ് ഫീൽ ചെയ്തത് ഇന്നലെ? പഞ്ചാബിന്റെ ബോളിംഗ് കമ്പാരിറ്റീവ്ലി വീക്കാണ്. സ്റ്റിൽ അവർ 200+ സ്കോർ ചെയ്യുന്നുണ്ട്. കറക്റ്റ്. പേഴ്സണലി അഭിപ്രായം എന്താ, അവരുടെ ബാറ്റിംഗ് ഇന്ത്യൻ പ്ലേയേഴ്സ് അത്രയും മോശമായ പ്ലേയേഴ്സ് അല്ല അവരുടെ ഉള്ളത്. നിതീഷ് മാത്രമാണ് ഇന്നലെ ഫെയിൽ ആയിട്ടുള്ളത്. ബാക്കി എല്ലാവരും നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. നിതീഷ് ആണെങ്കിൽ ചെന്നൈക്കെതിരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്നിംഗ്സ് കളിക്കും ചെയ്തു. അതാ പറഞ്ഞ ഞാൻ മുന്നേ പ്രിവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ 3 പ്ലേയേഴ്സ് ജൂറൽ, പരാഗ്, നിതീഷ്, ഇവര് 3-ല് 2 പേര് എന്തായാലും കളിച്ചു കഴിഞ്ഞാൽ നല്ല സ്കോറിൽ എത്തിക്കാം. ടാലന്റഡ് പ്ലേയേഴ്സ് ആണ് ആക്ച്വലി. നല്ല രീതിയിൽ അതെ, അവർക്ക് ക്യാപ്പബിലിറ്റി ഉണ്ട്. എന്ത് വേണമെങ്കിലും പുൾ ഓഫ് ചെയ്യാം. ഫെയിൽഡ് ആവാം, പക്ഷെ പുൾ ഓഫ് ചെയ്യാനുള്ള ഒരു കഴിവുള്ള പ്ലേയേഴ്സ് ആണ്. ആരും മോശക്കാരല്ല. എനിക്ക് തോന്നുന്നു അവരുടെ ബോളിംഗ് കുഴപ്പമില്ലാത്ത. സന്ദീപ് ശർമ്മയായാലും ഇപ്പോ ചെന്നൈയിലൊക്കെ വളരെ മോശം ഫോമിൽ എറിഞ്ഞിരുന്ന തീച്ചുമൊക്കെ എന്താ അന്യായ ഫോമിലെ പന്തെറിയുന്നത്. ഇന്നലെ വിക്കറ്റ് എടുക്കാത്ത ഒരൊറ്റ ബോളർ യുദ്വീർ മാത്രമാണ്, പുതിയ പ്ലെയർ. അത് പിന്നെ പുതിയ പ്ലെയർ പരീക്ഷിച്ചിട്ടുള്ളതാക്കാം. അവരുടെ ബോളേഴ്സ് എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ബോളേഴ്സ് എല്ലാവരും കോൺട്രിബ്യൂഷൻ തുടങ്ങി. ആർച്ചറിന്റെ തിരിച്ചു വരവ്, അതുപോലെ അസരംഗയായാലും തീക്ഷ്ണയായാലും പറഞ്ഞ പോലെ ഫോമിലോട്ട് എത്താൻ പറ്റില്ല. അതായത് ആർച്ചറിന്റെ പന്ത് കണ്ട പാവൻ ചെക്കനെ കോൺഫിഡന്റ് IPL കളിക്കാൻ കഴിയോടോ. പ്രിയാൻഷാര്യ കുറ്റിയെടുത്ത് പോകുന്നത് കാണാ. പാവത്തിന്റെ എന്താ പറയാ, ടോട്ടൽ കോൺഫിഡൻസ് തളർത്തി കളയുന്ന ഒരു മൊമെന്റ്. ഇതുപോലെ ബ്രിഡ്ലി ഗോൾഡ് ഇന്നലെ ഞാൻ മറന്നുപോയി. ഇന്നലെ ഓർമ്മ വന്നതാണ് മുച്ചാന്ത്. എനിക്ക് തോന്നുന്നത് അവരുടെ ഒരു 200+ ചേസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ബാധിച്ചത് അവരുടെ ഇൻഎക്സ്പീരിയൻസ് ആയിരിക്കും. ക്വാളിറ്റി പ്ലേയേഴ്സ്, ടാലന്റ് പ്ലേയേഴ്സ് ആണ്, പക്ഷെ ആരും ഒപ്പം കളിക്കാനില്ല. ആകെ ഒരു ഇത് വന്നത് നെഹാല് കളിക്കുന്ന, നെഹാലിന്റെ കൂടെ മാക്സ്വെൽ വന്നപ്പോൾ മാത്രം ഒരു ചാൻസ് പഞ്ചാബിന് ഉണ്ടായിരുന്നു. ചാൻസ് ഉണ്ടായിരുന്നു. ഈ 2 വിക്കറ്റ് അവിടെ കുറച്ചുകൂടെ നിന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇന്നലെ എനിക്ക് തോന്നി ശ്രേയസിനെ ഷോട്ട് ട്രൈ ചെയ്യേണ്ടിയിരുന്നില്ല. ഒന്ന് ഡിഫെൻഡ് ചെയ്യായിരുന്നു. ഓൾറെഡി 2 ബൗണ്ടറി വന്നിട്ടും ആളെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ നിൽക്കേണ്ടിയിരുന്നില്ല. ശ്രേയസ് ഇന്നലെ കളിച്ചിരുന്നെങ്കിലും കുഴപ്പമില്ലാതെ ശ്രേയസ് കളിച്ചിരുന്നെങ്കിൽ ഈസി ആയിട്ട് വിൻ. കാരണം 203 അല്ലേ ഉള്ളൂ. അതൊന്നും അത്ര ടഫ് അല്ല. അത് ഇതിലോട്ട് ആ ശശാങ്ക് ലാസ്റ്റ് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്ത്. ശശാങ്കിന് വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല, പക്ഷെ ശശാങ്ക് അത് തോൽവിയുടെ ഭാരം കുറക്കായിരുന്നു. അയാൾ യാൻസനും ഇവർക്കൊക്കെ അർഷദീപിനൊക്കെ വിട്ടുകൊടുക്കുന്നത് ബാറ്റ് ചെയ്യുന്നില്ലായിരുന്നു. അത് കാരണമാണ് 50 റൺസിനൊക്കെ തോറ്റത്. അല്ലെങ്കിൽ തോൽവിയുടെ ഭാരം കുറക്കായിരുന്നു. പഞ്ചാബ് ഇന്നലെ അവരൊരിക്കലും നെഗറ്റീവ് വിക്കറ്റ് കളിച്ചിട്ടില്ല. അവർ ആദ്യം ശ്രമിച്ചിട്ടുണ്ട്. ആ മാക്സ്വെലിന്റെ വിക്കറ്റ് പോകുന്നതോടെയാണ് അവരെ കളിയിൽ നിന്ന് വിട്ടുപോകുന്നത്. പിന്നെ മാറുന്നത്.
അതെ, നെഹാൽ വാധാര ലാസ്റ്റ് വിക്കറ്റായി. ചിലപ്പോൾ അവർക്ക് ചാൻസസ് ഉണ്ടായിരുന്നു, ഒരു 13-14 ഓവർ വരെ അവർക്ക് മത്സരത്തിൽ സാധ്യത ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു മത്സരത്തെ പറ്റി കൂടെ ചർച്ച ചെയ്യാൻ ചെറുതായിട്ട്, ഞങ്ങൾ ഡീപ്പായിട്ട് ചെയ്യണം എന്നാണ് ആലോചിക്കുന്നത് കൂടുതൽ ആളുകൾ വന്ന്. അത് ഇവിടെ മത്സരം ബേസ് ചെയ്യണം എന്നില്ല അങ്ങനെ പ്രത്യേകിച്ചിട്ട്. CSK DC മത്സരം എങ്ങനെ എക്സ്പെക്ട് ചെയ്തോ ആ ഒരു റിസൾട്ട് തന്നെ വന്നിട്ടുള്ളത്. അതെ. CSKക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചേസസ് പരാജയപ്പെടുന്ന ഒരു അവസ്ഥ, അവരുടെ ബാറ്റിംഗ് വീണ്ടും വീണ്ടും കൊളാപ്സ് ആവുന്ന ഒരു അവസ്ഥ, ചേസിങ്ങിന്റെ ടാർഗറ്റുകൾ കുറയും തോറും അവർക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് RCB 200 ആണെങ്കിൽ അത് പറ്റുന്നില്ല, മറ്റേ 180 ആണെങ്കിൽ അത് പറ്റുന്നില്ല, ഇവര് 170 ആണെങ്കിൽ അത് പറ്റുന്നില്ലാത്തൊരവസ്ഥ. പ്രതീക്ഷിച്ചതന്നെ നടന്നിട്ടുള്ളത്. ഡൽഹി ഇന്നിങ്സിൽ രാഹുലിന്റെ ആ ഒരു രാഹുൽ. പെർഫോമൻസ് എന്താ തോന്നിയത്? കാരണം അയാൾ സ്ലോ വിക്കറ്റ് ആണ്, അത് കണ്ടാറുണ്ട്. അയാള് നിയന്ത്രണം ഏറ്റെടുത്ത് സ്പിന്നേഴ്സിനെ അറ്റാക്ക് ചെയ്യണ്ടായിരുന്നു. ഇന്നലെ ഫാഫ് കളിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഉറപ്പായി രാഹുൽ ഓപ്പൺ വരും, രാഹുൽ ഇന്നിങ്സ് കളിക്കും. നല്ല അറ്റാക്ക് രീതിക്ക് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം ചെന്നൈക്കെതിരെയാണ്, ചെന്നൈയിലുമാണ്. ചെന്നൈയിലെ പിച്ചൊക്കെ പുള്ളി നല്ല രീതിക്ക് കളിക്കും. ഒരു ചെന്നൈക്കെതിരെ നല്ല കാമായിട്ട് റെക്കോർഡുള്ള കമ്പോസിറ്റ് പ്ലെയറുമാണ്. കളിക്കും. 4 അതെ. തവണ മാൻ ഓഫ് ദ മാച്ച് ഉണ്ട്, അത്യാവശ്യം റൺസും ആവറേജ് ഒക്കെ. ഇവൻ ലാസ്റ്റ് സീസൺ തോന്നുന്നു അതിലൊരു 70+, 80+, അതിന്റെ മുന്നത്തെ അതെ. 90+ ഒക്കെ ഉള്ള പ്ലെയർ. പുള്ളിക്ക് ഇതുപോലത്തെ പിച്ചസ് ഒക്കെ പുള്ളി അതെ വല്ലാത്തൊരു അതെ കളിയാണ്. അതെ. പുള്ളി നിൽക്കും, പുള്ളി നിന്നോളും. ഒരു അട്ടയൊക്കെ കടിച്ച് നിന്ന് പക്ഷെ എങ്ങനെങ്കിലും 50 അടിച്ച സ്കോർ ചെയ്യും. ശേഷം കുറച്ച് സ്ലോ ആയപ്പോൾ തോന്നി. അത് പിച്ചിന്റെ സ്ലോ ആണ്, പക്ഷെ സ്റ്റിൽ അത് കുറച്ച് സ്ലോ ആയിരുന്നു. സ്റ്റിൽ അത് അതിനേക്കാൾ സ്ലോ ആയിട്ട് മറ്റേ ടീം ബാറ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് അതൊരു പ്രശ്നമായി മാറിയില്ല. അവരുടെ ബോളിംഗ് ശ്രദ്ധിച്ചിരുന്നോ? സ്പേസ് കൊടുക്കുന്നില്ല. ചെന്നൈ ബോളേഴ്സ് ഖലീലിനും പതിനെണ്ണക്കും അപ്പുറം ആരൊക്കെ എന്തൊക്കെ സ്പേസ് കൊടുക്കുന്നു, ആ സെയിം സ്പേസ് ഇവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല കൺട്രോൾഡ് ആയി വൃത്തിക്ക് പന്തെറിയുന്നു. എനിവേ ഡൽഹി നല്ല രീതിയിൽ അവിടെ പന്തെറിഞ്ഞിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് തന്നെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ചെന്നൈയുടെ ബാറ്റിംഗ് അപ്രോച്ച് വളരെ മോശമാണെങ്കിൽ പോലും അതിന്റെ റിസൾട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ റിസൾട്ട് കിട്ടി. ലാസ്റ്റ് ആ ധോണിയും വിജയ് ശങ്കറും ലാസ്റ്റ് കളി പോകുന്ന രീതിയിൽ ഇട്ടടിച്ചു എന്നല്ലാതെ അവിടെ അവർക്ക് ത്രെറ്റ് ആയിട്ടൊന്നും ചെയ്തിരുന്നില്ല. ഈ 3 മത്സരങ്ങളെ കുറിച്ചുള്ള ഒരു ചെറിയ ഡിസ്കഷൻ മാത്രം നടത്തിയിട്ടുള്ളത്. നാളത്തെ മത്സരം RCB മുംബൈ അത്യാവശ്യം ടഫ് ആയിട്ടുള്ള ഒരു മത്സരമായിരിക്കും തോന്നുന്നു. പ്രത്യേകിച്ച് രണ്ട് ടീമും തമ്മിലുള്ള റൈവൽറി ആയാലും പിന്നെ ഇപ്പോഴത്തെ കറന്റ് ഫോം വെച്ചിട്ട് നല്ല ഒരു മത്സരം വരാൻ ചാൻസ് ഉണ്ട്. എന്താണ് ഒപ്പീനിയൻ? നാളത്തെ മാച്ച് കുറച്ച് ടഫായിരിക്കും. മുംബൈ കുഴപ്പമില്ലാത്തൊരു നല്ല ഇന്റന്റ് ഉണ്ട്, പക്ഷെ അത് ജയിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂസ് മാത്രമേ അവിടെ കാണുന്നുള്ളൂ. ഓരോ മത്സരത്തിലും ഏതെങ്കിലും 1-2 പ്ലെയർ സ്ട്രഗിൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതാണ് അവരുടെ മത്സരത്തെ എഫക്ട് ചെയ്യുന്നതുകൊണ്ട് മുംബൈനെ. കാരണം തിലക് വർമ്മ 2 മത്സരങ്ങളിൽ അവരെ നല്ല രീതിയിൽ ബാക്ക് ഫുട്ടിലോട്ട് വിളിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വിജയിക്കുമായിരുന്ന 2 മത്സരങ്ങളാണ് ഇത് മുംബൈയിൽ. മുംബൈയിലായതുകൊണ്ട് സ്കോറിംഗ് വരാണ്ട് എനിക്ക് തോന്നുന്നു RCBക്കാണ് ചാൻസ് കൂടുതൽ കണ്ടിട്ട്. പക്ഷെ നല്ലൊരു ക്ലോസ് ഗെയിം ആവാൻ ചാൻസ് ഉണ്ട്. മുംബൈ പക്ഷെ വാങ്കഡയിൽ വെച്ച് വിജയിച്ചിട്ടു മത്സരം. RCBയുടെ ഫോം വെച്ചിട്ട് ഇനി അതായത് എവേ ഫോം വെച്ചിട്ട് RCB ജയിക്കാനാണ് ചാൻസ് എന്നാണ് ഞാൻ പറയുന്നത്. ഹാസൽവുഡ്, ഭുവി, നല്ല ബോളിംഗ് ലൈനപ്പ് ഒക്കെ അവർക്കുണ്ട്. ബുംറ വരും നാളത്തെ മത്സരം കളിക്കുന്നതാണ് റിപ്പോർട്ട്സ്. എനിവേ നമുക്ക് നോക്കാം. മുംബൈ RCB നല്ല മത്സരമായിട്ട് തന്നെ മാറുന്നു വരുന്നത്. വിജയ് ഒരു അൺപ്രഡിക്റ്റബിൾ. ഞാൻ മുംബൈയുടെ കൂടെ പോകുന്നു, സഞ്ജയ് RCBയുടെ കൂടെ പോകുന്നു. താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.